ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ക്ലർക്ക് ഫസ്റ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആൻസർ കീ നോക്കാം. ആൽഫ കോഡ് എന്റെ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1948 ജാനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇവയിൽ ശരിയായവയാണ് പരിശോധിച്ച് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4. ഓക്കെ, 1, 3 ആൻഡ് 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ബന്ധമില്ലാത്തത് ഏത്? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണെന്നുള്ളതും അതേപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇത് രണ്ടും തെറ്റാണ്, ബന്ധമില്ലാത്തതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡികളിൽ നമുക്ക് ജോഡികൾ നോക്കാം. റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, വി ഐ ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ, ലോങ് മാർച്ച്, മാവോ സേതു. ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്, 3 മാത്രം. സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ, അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവനകൾ നോക്കാം. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജാനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? പ്രസ്താവനകൾ, ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, എച്ച്.എൻ. കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗൃഹവാതകമാണ്. അടുത്തത് പ്രസ്താവന, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അടുത്തത്, അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇവയിൽ തെറ്റായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ബംഗ്വേല പ്രവാഹം, കുറോഷിവോ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അങ്കുൾഹാസ് പ്രവാഹം. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അങ്കുൾഹാസ് പ്രവാഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഷ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്, സൈക്ലോൺ, വില്ലി വില്ലീസ്, ടൈഫൂൺ, ഹറിക്കെയിൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹറിക്കെയിൻ. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻസ്, NW1 നാഷണൽ വാട്ടർവേ, NW2, NW3, NW4. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, NW3.
കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാത. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? ഓപ്ഷൻസ്: ചൈന, സൗദി അറേബ്യ, ബ്രിട്ടൻ, ഇന്ത്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സൗദി അറേബ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഭാഗമല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ഭാഗമല്ലാത്ത പ്രസ്താവന, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി, 4 ശരിയല്ല. 1, 2, 3 ശരിയാണ്. 4ാമത്തെ പ്രസ്താവന ശരിയല്ല. അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. സ്ഥാനം 1 തന്നിരിക്കുന്നത് ഗോതമ്പ്, 2 നെല്ല്, 3 സി ചോളം, 4 ഡി പയർവർഗ്ഗങ്ങൾ. ഇതിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ാം സ്ഥാനം നെല്ലിന്, 2ാം സ്ഥാനം ഗോതമ്പ്, 3ാം സ്ഥാനം ചോളം, 4ാം സ്ഥാനം പയർവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവനകൾ 2 തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രസ്താവന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ്. അടുത്ത പ്രസ്താവന, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ഓപ്ഷൻസ്, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ല. ഓപ്ഷൻ സി, പ്രസ്താവന 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയല്ല. ഓപ്ഷൻ ഡി, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? തന്നിരിക്കുന്നത് 1 ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500,000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയായ ക്രമം എന്ന് പറയുന്നത് ആസൂത്രിത കമ്മീഷൻ രൂപീകരണം, ഭൂപരിഷ്കരണം, ബാങ്ക് ദേശസാൽക്കരണം, 500,000 നോട്ടുകളുടെ നിരോധനം. അടുത്ത ചോദ്യം വീണ്ടും പ്രസ്താവനയാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. പ്രസ്താവന 2ഉം 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണവുമാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും ഇനിഷ്യേറ്റീവ്സ് അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സോ നമുക്ക് തന്നിരിക്കുന്ന സംരംഭങ്ങൾ അടൽ ഇന്നോവേഷൻ മിഷൻ, മെഥനോൾ സമ്പദ്ഘടന, സഹകരണ ഫെഡറലിസം, ശൂന്യ ക്യാമ്പയിൻ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക വെച്ചിട്ടാണ് ലക്ഷ്യം. സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയാണ് ലക്ഷ്യം. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുകയാണ്. അടുത്ത ചോദ്യം,
1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവനകൾ: സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. അടുത്ത പ്രസ്താവന: ഇന്ത്യൻ സമ്പദ്ഘടന ഉദാരവൽക്കരിച്ചു ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. അടുത്ത പ്രസ്താവന: പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അടുത്ത പ്രസ്താവന: ഇറക്കുമതി പരമാവധി കുറച്ച് ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്, 1, 4 ശരിയല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ 1, 3 ശരി. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ വരുന്നു. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം: സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? വസ്തുതകൾ: സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് വകുപ്പ് 326 പ്രതിപാദിപ്പിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അടുത്തത് 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം: രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. 2, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. 3, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. 4, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം എന്നുള്ളതും സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം ശരി. അടുത്ത ചോദ്യം: ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? 1, മാൻസുഖ് മാണ്ഡവ്യ, 2, ശ്രീ ജി കിഷൻ റെഡ്ഡി, 3, ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ, 4, ശ്രീ ഭൂപേന്ദർ യാദവ്. ഇവിടെ നമുക്ക് തെറ്റാനുള്ള ഓപ്ഷൻ എ 2 ശരി, ഓപ്ഷൻ ബി 3 ശരി, ഓപ്ഷൻ സി 1 ശരി, ഓപ്ഷൻ ഡി 4 ശരി. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1 ശരി, മാൻസുഖ് മാണ്ഡവ്യ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരി. 15ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായാണ് സേവനമനുഷ്ഠിച്ചത്. അടുത്ത ചോദ്യം: 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ
അൽ സിസി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? 1 അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്, 2 ഇറാൻ, 3 ദക്ഷിണാഫ്രിക്ക, 4 ശ്രീലങ്ക. ഓപ്ഷൻസ്: എ 2 ശരി, ബി 3 ശരി, സി 4 ശരി, ഡി 1 ശരി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 ശരി, ദാറ്റ് ഈസ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഓപ്ഷൻസ് ഇവിടെയും 1, 2, 3, 4 തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഓപ്ഷൻസ് എ ബി സി ഡി 1 ശരി, 2 ശരി, 3 ശരി, 4 ശരിയാണ്. സ്നേഹ സ്വാതന്ത്ര്യം പദ്ധതി തന്നിരിക്കുന്നത് നൽകി വരുന്നത് കറക്റ്റ് ഓപ്ഷൻ എ ആണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കറക്റ്റ് ഓപ്ഷൻ സി 1, 2, 3 ശരി. അതായത് പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. 2, പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 3, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ഇതാണ് യോജിക്കുന്ന പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3 ശരി. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. 3, പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 ശരി. വിദ്യാജ്യോതി പദ്ധതി കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതും ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് വിദ്യാജ്യോതി പദ്ധതി. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2 ശരി, ശ്രീ എം ഷാജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ഡി, അതായത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ വെള്ള നിറം, പച്ചനിറം, മഞ്ഞ നിറം, ഓറഞ്ച് നിറം എന്നിവ പറഞ്ഞിട്ട് അതിനെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ആണ് ഇവിടെ ശരി. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഓപ്ഷൻസ്: സ്നായുക്കൾ, ബി രക്തം, സി തരുണാസ്ഥി, ഡി ടെൻഡൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടെൻഡൻ. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഓപ്ഷൻസ്: നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്ത ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ്: എ തരുണാസ്ഥി, ബി ടെൻഡൻ, സി നാരുകല, ഡി രക്തം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി രക്തം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻസ്: വൃക്കകൾ, ബി കരൾ, സി ആമാശയം, ഡി പാൻക്രിയാസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കരൾ. അടുത്ത ചോദ്യം,
മുതിർന്ന വ്യക്തികളിൽ സോമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ഓപ്ഷൻസ്: ക്രെറ്റിനിസം, ബി മിക്സിഡിമ, സി അക്രോമെഗാലി, ഡി ഭീമാകാരകം. സോ ആൻസർ ഓപ്ഷൻ സി അക്രോമെഗാലി. അടുത്ത ചോദ്യം: ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ലൈസോസൈം, ബി സലൈവറി അമിലേസ്, സി പെപ്സിൻ, ഡി ലിപ്പേസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ലൈസോസൈം. അടുത്ത ചോദ്യം: പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻസ്: എ തേനമൃത്, ബി മിഠായി, സി ഹൃദ്യം, ഡി ആർദ്രം. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി മിഠായി. അടുത്ത ചോദ്യം: 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻസ്: എ സ്വീഡൻ, ബി കോട്ട് ഡി ഐവറി, സി കൊറിയ, ഡി സൗദി അറേബ്യ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി സൗദി അറേബ്യ. അടുത്ത ചോദ്യം: 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തന്നിരിക്കുന്നു G = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2 joule. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? സോ ഓപ്ഷൻ എ പ്രകീർണനം, ബി വിസരണം, സി പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ഡി അപവർത്തനം. സോ ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനം. അടുത്ത ചോദ്യം: ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില? 0 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓപ്ഷൻസ്: സെപ്റ്റംബർ 23, ആഗസ്റ്റ് 23, ജൂലൈ 14, ആഗസ്റ്റ് 14. സോ ആൻസർ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആഗസ്റ്റ് 23. അടുത്ത ചോദ്യം: സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻസ്: ഗഗൻയാൻ, ശുക്രയാൻ 1, ആദിത്യ L1, മംഗൾയാൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആദിത്യ L1. അടുത്ത ചോദ്യം: രാജദ്രാവകം അക്വാറിജിയ എന്നാൽ? സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 വരുന്ന ഇതാണ് അക്വാറീജിയ, രാജദ്രാവകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത്? ഓപ്ഷൻസ്: കോയമ്പത്തൂർ, ലുധിയാന, സാഞ്ചി, ഡെറാഡൂൺ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സാഞ്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഓപ്ഷൻസ്: പാൽ, സോഡിയം അമാൽഗം, കഞ്ഞിവെള്ളം, ചളിവെള്ളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: സിങ്ക് കാർബണേറ്റ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. അടുത്ത ചോദ്യം: 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ക്ലിക്ക് കെമിസ്ട്രി, ക്വാർക്കുകൾ, ക്വാണ്ടം ഡോട്ട്സ്, പോസിട്രോൺ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ചോദ്യം: അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻസ്: ചെമ്മീൻ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിന്റെ ഇതിഹാസം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ചോദ്യം: കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻസ്: പൂരക്കളി, കഥകളി, സർക്കസ്, ചവിട്ടുനാടകം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സർക്കസ്. അടുത്ത ചോദ്യം: തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻസ്: കുഞ്ഞനന്തൻ നായർ,
അപ്പുക്കുട്ടൻ നായർ, KK നീലകണ്ഠൻ, കുട്ടിക്കൃഷ്ണ മാറാർ. So the correct answer is option A, കുഞ്ഞനന്തൻ നായർ. അടുത്ത ചോദ്യം, പാലിലെ വെണ്ണപ്പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ? ഓപ്ഷൻസ്: മാപ്പിള രാമായണം, കണ്ണശ രാമായണം, മുഹ്യുദ്ദീൻ മാല, നൂൽമാല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മുഹ്യുദ്ദീൻ മാല. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ്? ഓപ്ഷൻസ്: ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, വിഷകന്യക, പാതിരാസൂര്യന്റെ നാട്ടിൽ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഒരു ദേശത്തിന്റെ കഥ. അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആർ പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കേരള വന ഗവേഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ പോയത് പൂരിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജിഗാബൈറ്റ്. ജിഗാബൈറ്റ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. അതിൽ ശരിയായവ പറയുക. സോ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നിവ ശരി. എഡ്ജ്, മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിൾ, ആൻഡ്രോയിഡ്, ഗൂഗിൾ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ടെലിഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീപ് ഫേക്ക് എന്നാൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർവഹിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാനത്തിലെ ഗവർണർ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നിസ്വാർത്ഥ സേവനങ്ങൾ. ഉൾപ്പെടുന്നത് ഗതാഗതം, വാർത്താവിതരണം, ഇൻഷുറൻസ് എന്നിവയെല്ലാം ഉൾപ്പെടും. അടുത്ത ചോദ്യം, ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നത് ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തതാണ്. അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അതായത് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോസ്കോ ആക്ട് നിലവിൽ വന്ന വർഷം? സോ ദ കറക്റ്റ് ആൻസർ ഇസ് 2012, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, രേഖ ശർമ്മ. അടുത്ത ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 840 രൂപ വിൽപ്പന വിലയുള്ളത് 714 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡിസ്കൗണ്ട് ശതമാനം ജസ്റ്റ് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 15%. 840ന്റെ 15% കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എത്ര വരുന്നത്? 714 വരുന്നത്. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ, അതായത് ഒരു സംഖ്യ കൂടി ചേർക്കുമ്പോൾ പ്ലസ് 12 അല്ലെ, 12 സംഖ്യകൾ വരുമ്പം അതിന്റെ ശരാശരി 72 ആയി. അങ്ങനെയാണെങ്കിൽ ചേർത്ത സംഖ്യ, അപ്പൊ ഇവിടെ നമുക്ക്
x1 പ്ലസ് അങ്ങനെ 11 നമ്പറുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 66 ഇൻറ്റു 11 കിട്ടും. ഇവിടെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് 12 നമ്പറുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 ഇൻറ്റു 12 കിട്ടും. ഓക്കെ, അപ്പൊ അത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 138. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും? 3 1 മണിക്കൂർ അല്ലെ 30 മിനിറ്റ് എടുക്കുന്നു. അപ്പൊ 2 പൈപ്പുകൾ വെച്ചിട്ട് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 2 മണിക്കൂർ 15 മിനിറ്റ്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? സോ നമുക്ക് തന്നിരിക്കുന്നത് 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2⁵ എന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ k+1 + 5 ഈക്വൽ ടു 7 എന്ന് വരും. സോ നമുക്ക് കെയുടെ വാല്യൂ ആൻസർ എത്ര കിട്ടും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1. അതായത് ഇവിടെ നമുക്ക് ഇൻറ്റു ആണ് അല്ലെ, അപ്പൊ ഇൻറ്റു വരാൻ നേരത്ത് ഇവിടെ 2 ആണ്, ഇതും 2 ആണ്. അപ്പൊ നമുക്ക് ഈ അതായത് ഈ ഒരു പവറിന്റെ ഇതില് നമുക്ക് k+1 + 5 ഈക്വൽ ടു 7 എന്ന് എഴുതാൻ പറ്റും. സോ k ഈക്വൽ ടു 7 - 6, അതായത് ഇവിടെ നമുക്ക് 1 + 5 6 വരും. ആ 6നെ നമുക്ക് ഓക്കെ അല്ലേ, ഇവിടെ നമുക്ക് k+6 ഈക്വൽ ടു 7. അപ്പൊ ആ 6നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 7 - 6 k ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നത് സോ ഓപ്ഷൻ സി ആണ്, 30 ദിവസം. അല്ലെങ്കിൽ ഓക്കെ, അപ്പം എഫിഷ്യൻസി നോക്കി ചെയ്യാം. അതേപോലെ തന്നെ 2 മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ മാത്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, അതേപോലെ അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. സോ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, 33,442. അടുത്ത ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? സോ 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു, പിന്നീട് വലത്തേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു 1 കിലോമീറ്റർ. അപ്പം നമുക്ക് ഏത് ദിശയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്, അതായത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. സോ തെക്ക് ഭാഗത്തേക്ക്, വെസ്റ്റ്. ഓക്കെ അല്ലേ, അപ്പൊ തെക്ക് ഭാഗത്തേക്കാണ് യാത്ര പോകുന്നത്. ഏത് ദിശയിലേക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് ദിശയിലേക്കാണ് പോകുന്നത്? അപ്പൊ നമുക്ക് തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. വടക്കോട്ട് തിരിഞ്ഞും വീണ്ടും വലത്തേക്ക്, വീണ്ടും വലത്തേക്ക്. അപ്പൊ നമുക്ക് വരുന്നത് തെക്കാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെലോ എന്ന വാക്ക് ഘോർ എന്ന കോഡ് ചെയ്യപ്പെടുന്നു. സോ HELLO, ഇതിനകത്ത് കെ എങ്ങനെ വരുന്നു, HOOR എങ്ങനെ വരുന്നു? അപ്പൊ അതിനനുസരിച്ച്, അതായത് H കഴിഞ്ഞിട്ട് K, E കഴിഞ്ഞിട്ട് H എത്ര വരുന്നു, ഇത് നമ്മൾ നോക്കിയിട്ടാണ് വേൾഡ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് K എത്രയാണ് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുന്നത്. സോ ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്.